പോരാട്ടം മുറുകി. അങ്കത്തട്ടിൽ ഇനിയുള്ളത് 10 പേർ. ദിവസങ്ങൾ കഴിയുന്തോറും 10 എന്നുള്ളത് 5ലേക്ക് ചുരുങ്ങും. ഈ 5ൽ നിന്നും ഒരാൾ ഫൈനലിലേക്ക്. ആരായിരിക്കും ഈ ഫൈനലിലേക്ക് എത്തുകയെന്ന ചർച്ചകൾ തകൃതിയായി ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രേക്ഷക പ്രീതി നേടി ഒരു മത്സരാർത്ഥി പുറത്ത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ജിൻഡോ. കഴിഞ്ഞ ദിവസം നടൻ ജോജു കൂടി ജിൻഡോയെ പ്രശംസിച്ചതോടെ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്റ്റാർ ആയിരിക്കുകയാണ് താരം. രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായും അതിനായി പ്രയത്നിക്കും. അതാണ് ജിൻഡോ. ഇതയാളുടെ സർവൈവൽ എന്നാണ് ജോജു ജിൻഡോയെ കുറിച്ച് പറഞ്ഞത്. സത്യത്തിൽ ഒരു സർവൈവർ തന്നെയല്ലേ ജിൻഡോ. സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ എന്ന ടാഗ് ലൈനോടെ ബിഗ് ബോസ് വീട്ടിലെത്തിയ ജിൻഡോ ആദ്യ ആഴ്ചയിൽ എവിടെ തുടങ്ങണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ള മത്സരാർത്ഥികൾ സ്ക്രീൻ സ്പേസിനായി ആവും വിധം പരിശ്രമിച്ചപ്പോൾ ജിൻഡോ വീടിനുള്ളിൽ രതീഷ് കുമാറിനോടൊപ്പം കൂടി ഗെയിം എന്താണെന്നറിയാതെ സദാസമയവും മണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞിരുന്നത്. തൊട്ടു പിന്നാലെ പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു, വലിയ ശരീരം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഗെയിം കളിക്കാൻ അറിയണം, കൂടിപ്പോയാൽ ഒരാഴ്ച മാത്രം, ഉടൻ പുറത്തു പോകുമെന്ന്. രണ്ടാമത്തെ ആഴ്ച എത്തിയപ്പോൾ പ്രിയ സുഹൃത്തായ രതീഷ് കുമാർ പുറത്തുപോയതോടെ കഥ മാറിമറിഞ്ഞു. പൊട്ടിക്കരഞ്ഞ ജിൻഡോയെ ഭൂരിഭാഗവും ആളൊരു നിഷ്കളങ്കനാണെന്ന് വിലയിരുത്തിയതെങ്കിലും നേരെ മറിച്ചായിരുന്നു സംഭവിച്ചത്. സടകുടഞ്ഞെണീറ്റ സിംഹത്തെ പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 3-4 ആഴ്ചകൾ ജിൻഡോയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചതുപോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. ഹൗസിലെ എല്ലാ വിഷയങ്ങളിലും ആവശ്യമായും അനാവശ്യമായും ഇടപെട്ട് അത് ചർച്ചയാക്കി. ഏത് വിധേനയും സ്ക്രീൻ സ്പേസ് ലഭിക്കണമെന്ന ചിന്തയിൽ സ്വയം കണ്ടന്റ് ഉണ്ടാക്കി. നോറ, ജാസ്മിൻ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വഴക്കിട്ടു. ഇതിന്റെ പേരിൽ മത്സരാർത്ഥികൾ പോലും പരസ്പരം ജിൻഡോയെ പരിഹസിക്കാൻ തുടങ്ങി. ഒപ്പം മണ്ടൻ എന്ന ടാഗ് ലൈനും ലഭിച്ചു. ഇതിനിടയിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അശ്ലീല വാക്കുകളും ജിൻഡോയെ എവിക്ഷൻ കൊണ്ടെത്തിച്ചു. തലനാരിഴയ്ക്കാണ് എവിക്റ്റ് ആകുന്നതിൽ നിന്നും അന്ന് രക്ഷപ്പെട്ടത്. ശേഷം അങ്ങോട്ട് മറ്റൊരു ജിൻഡോയെയാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും കണ്ടത്. എത്ര പ്രൊവോക്കിംഗ് മറ്റുള്ള മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും തന്മയത്വത്തോടെ സംസാരിച്ച് പിടിച്ചു നിന്നു. മണ്ടൻ ടാഗ് ലൈൻ മത്സരാർത്ഥികൾ തമാശ രീതിയിലാണ് നൽകിയതെങ്കിലും അതിനെ പേഴ്സണലി കണ്ടുകൊണ്ട് പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കണമെന്ന വാശിയിൽ പോരാടി. ഇതിന്റെ ഫലമായി 2ാം ആഴ്ചയും 3ാം ആഴ്ചയും പവർ റൂമിൽ കയറിപ്പറ്റി. ഒപ്പം ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. മറ്റ് മത്സരാർത്ഥികൾ കംഫർട്ടബിൾ ആയവരെ ഫേവർ ചെയ്ത് ഭൂരിപക്ഷ അഭിപ്രായത്തെ പരിഗണിച്ച് മുന്നോട്ടു പോയപ്പോൾ ജിൻഡോ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഗെയിം പ്ലാൻ ആണ് സ്വീകരിച്ചത്. ഓരോ മത്സരാർത്ഥികളുടെ വീക്ക് പോയിന്റും സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കി ജിൻഡോ ഗെയിം കളിച്ചു. ഇതിനിടയിൽ പല മുഖങ്ങളും അഴിഞ്ഞു വീഴുകയും ചെയ്തു. പ്രേക്ഷക പിന്തുണ ലഭിക്കാത്തതും നെഗറ്റീവ് ഇമേജ് ഉള്ളതുമായ മത്സരാർത്ഥികളെ കണ്ടെത്തി അവരെ ടാർഗറ്റ് ചെയ്തു. കാരണം അതിലൂടെ പ്രേക്ഷക പിന്തുണ ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അങ്ങനെയാണ് ജാസ്മിൻ, ഗബ്രി, നോറ തുടങ്ങിയവർ ജിൻഡോയുടെ ഇരകളാകുന്നത്. പലപ്പോഴും ജിൻഡോയുടെ പ്രൊവോക്കിൽ ജാസ്മിൻ കൺട്രോൾ പോവുകയും മോശം വാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് വൈൽഡ് കാർഡ് വന്നതും നോറ പ്രതികരിക്കാതെ പിന്മാറുന്നതും ഏറ്റവും ഒടുവിൽ ഗബ്രി പുറത്തുപോയതോടെ ജാസ്മിൻ ഗെയിം പ്ലാൻ മാറ്റിയതും ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഹോട്ടൽ ടാസ്കിലായാലും റാങ്കിംഗ് ടാസ്കിലായാലും ജിൻഡോയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അൻസിബയെയും ജാസ്മിനെയും തമ്മിൽ തല്ലിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിൻ അതിൽ കുടുങ്ങാഞ്ഞത് ജിൻഡോയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മാത്രമല്ല ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ആ നീക്കം ഫ്ലോപ്പായി. എന്നിരുന്നാലും പഴയ എനർജിയോടെ ജിൻഡോ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. മാത്രമല്ല ഫൈനൽ എലിമിനേഷനിലും ഒരാൾ പോലും ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാത്തതും ജിൻഡോയുടെ വിജയം തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇത്രയും നാളിതുവരെ നോക്കിയാൽ എന്റർടൈൻമെന്റ്, ഫൺ, ഗെയിം സ്ട്രാറ്റജി ഇവയെല്ലാം ഉൾപ്പെട്ട സീസൺ 6ലെ മികച്ച മത്സരാർത്ഥി. മണ്ടൻ എന്ന് മത്സരാർത്ഥികൾ മുദ്ര കുത്തിയ വ്യക്തി ഇന്ന് ടോപ്പ് 10 വരെ എത്തി നിൽക്കുകയാണ്. ഒരൊറ്റ വാണിങ്ങിലൂടെ സ്വയം തെറ്റുകൾ തിരുത്തി മണ്ടൻ എന്ന് വിളിച്ച മത്സരാർത്ഥികളെ കൊണ്ട് തന്നെ ഹാർഡ് വർക്കർ എന്ന് പറയിപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെ വിജയമാണ്. എന്റർടൈൻമെന്റ്, ഫൺ, ഗെയിം സ്ട്രാറ്റജി ഇവയെല്ലാം ഉൾപ്പെട്ട ജിൻഡോ ടോപ്പ് 10ൽ നിന്നും ടോപ്പ് 5ലേക്കും അവിടെ നിന്നും ഫൈനലിസ്റ്റിലേക്കും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്.